വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നാട്ടിലും നഗരത്തിലും വിഷു വിപണി സജീവമായി. മറ്റു പഴവർഗ്ഗങ്ങൾക്കൊപ്പം ഡിമാൻഡുള്ള താരമായി ഇക്കുറിയും ചക്ക വിപണി സജീവമാണ്. ചക്കയെ മുൻപെങ്ങുമില്ലാത്ത വിധം തിരിച്ചറിയുന്ന കാലമാണ് വിഷുക്കാലം. കണിവെള്ളരിയും കണിമത്തനുമൊക്കെയാണ് വിഷുക്കണിയിലെ പ്രധാന വിഭവമെങ്കിലും മറ്റനേകം വിഭവങ്ങൾ മിക്കവരും ഉൾപ്പെടുത്താറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് നല്ല നാടൻ ചക്ക. മലയാളി ഒരുക്കുന്ന വിഷുക്കണിയിൽ ചക്കയ്ക്ക് ഇക്കുറിയും മുന്തിയ സ്ഥാനം തന്നെ ലഭിക്കും. കിട്ടിയാൽ ഉരുളിയിൽ വയ്ക്കാമെന്ന നിലയിലായിരുന്നു ഒരു കാലത്ത് ചക്കയുടെ സ്ഥാനമെങ്കിൽ ചക്കയെ തീർച്ചയായും കണി കാണുമെന്ന തീരുമാനത്തിലാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ വിഷുക്കണിയുരുളിയിൽ ഒതുങ്ങിയിരിക്കുന്ന നല്ല നാടൻ ചക്കകൾ വിപണിയിൽ വളരെയധികം സജീവമായിട്ടുണ്ട്. വിഷു എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ചക്ക അന്വേഷിച്ചെത്തുന്നവർ വർദ്ധിച്ചിരിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ചക്ക 25ആണ്. വിഷുവായിട്ട് മാറ്റമൊന്നുമില്ല. നമ്മൾ പഴയ വിലക്ക് തന്നെ കൊടുക്കുന്നത്. കിലോ 25. വില പൊളിഞ്ഞു. അപ്പോൾ വിഷുവില്ലെങ്കിലും കച്ചവടം ഉണ്ടാവും പറഞ്ഞിട്ടാ നിൽക്കുന്നത്. ചക്ക ഞങ്ങൾ 25 രൂപയ്ക്ക് കൊടുക്കണോ കിലോ. പിന്നെ ഇതാ 1 കിലോന് 25 രൂപ. 1 കിലോ 25 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. വിഷു കച്ചവടം പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷുവായിട്ട് നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. കച്ചവടം അങ്ങനെ നന്നായിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ നമ്മുടെ കടയിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ മറ്റേ പച്ചക്കറി, നാടൻ പച്ചക്കറികൾ ഇറക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ ഒരു ലെവലിൽ പോകണു. നല്ലൊരു കച്ചവടം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കിലോയ്ക്ക് 20 മുതൽ 25 രൂപ വരെയാണ് ചില്ലറ വില. വിഷുവിന് വിലയിൽ വലിയ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിഷു വിപണി പ്രതീക്ഷിച്ച് ചക്ക കൃഷി ചെയ്യുന്നവരും ജില്ലയിൽ കുറവല്ല. വീടുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും ചെറിയ വിലയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചക്ക വാങ്ങി വിപണിയിലെത്തിക്കുന്നത്. കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും ചക്കകൾ കൊണ്ടുപോകുന്നുണ്ട്. ഗൾഫ് മലയാളികൾ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുന്നത് കേരളത്തിലെ കർഷകർ വിളയിച്ചെടുത്ത നാടൻ ചക്ക തന്നെയാണ്. UTV ന്യൂസ്, പാലക്കാട്.